ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ പത്മാവതിയുടെ നിർബന്ധപ്രകാരമാണ് രാജു തന്നെ വിവാഹം കഴിച്ചത് എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഋതിക. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് എത്തുന്ന ഋതിക പ്രതാപന്റെ മുറിയിൽ പരിശോധിക്കുന്നതാണ്. അപ്പോഴാണ് പ്രതാപന്റെ പണ്ടത്തെ ഒരു ഡയറി ഋതികയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പണ്ട് പത്മാവതി മുതിച്ചുള്ളായിരുന്ന നിമിഷത്തിൽ തന്റെ ഡയറിയിൽ പകർത്തിയിരുന്ന വരികളായിരുന്നു അത്. നമ്മുടെ മോള് പത്മയെപ്പോലെ അതിസുന്ദരിയും അതിമനോഹരമായ ചിരിയുമുള്ള ഒരു കൊച്ചു രാജകുമാരി തന്നെ ആയിരിക്കും. അങ്ങനെയാവും എൻ്റെ മകൾ ഉണ്ടാവുക എന്നതായിരുന്നു ആ ഡയറിയിൽ ഉണ്ടായിരുന്നത്. കരഞ്ഞുകൊണ്ട് ആ ഡയറിയിലെ ഓരോ വരികളും വായിക്കുകയാണ് ഋതിക. അതേസമയമാണ് പ്രതാപൻ മുറിയിലേക്ക് വരുന്നത്. നിനക്കല്പം സ്വാതന്ത്ര്യം നൽകിയെന്ന് കരുതി ഇങ്ങനെ സാധനങ്ങൾ വലിച്ചു വരിയിടാനും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള അധികാരമൊന്നും ഞാൻ ആർക്കും തന്നിട്ടില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രതാപൻ. തുടർന്ന് ഋതിക ചോദിക്കുകയാണ്, അച്ഛന് പണ്ടെന്നെ ജീവനായിരുന്നില്ലേ? എന്നിട്ട് അച്ഛൻ എന്തിനാ ഇപ്പോൾ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണമാ എനിക്കറിയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ഋതികയാണ് കാണിക്കുന്നത്. ഋതികയ്ക്ക് ഒരു ഉത്തരവും കൊടുക്കാൻ സാധിക്കാതെ വിഷമത്തോടെ നോക്കി നിൽക്കുന്ന പ്രതാപനെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.